7 ദിവസം കോടികൾ പൊടിച്ചപ്പോൾ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് മൂലം ജീവിതം വഴിമുട്ടിയ ആയിരങ്ങളടക്കം സാധാരണ കേരളീയർ എന്തു നേടി? ഉച്ചക്കഞ്ഞി കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവർ ഭക്ഷ്യമേള നടത്തിയത് ആർക്കു വേണ്ടിയെന്ന ചോദ്യമുയരുന്നു. റബിയുടെ 67ാം വാർഷിക വേള ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിപുലമായ ഒരു ആഘോഷവേളയാക്കി മാറ്റണം എന്നാണ് ഗവൺമെന്റ് ഇതിന്റെ ഭാഗമായിട്ട് തീരുമാനിച്ചത്. ചെറുപ്പക്കാർ, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ കാണാൻ പറ്റുന്ന കാര്യം അതാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ക്യാപ്സൂൾ പരുവത്തിൽ റോഡ് പാലം പണിയുന്ന പോലെ ഇങ്ങനെ എടുത്ത് പറയാൻ പറ്റുന്നതാണോ ഞാൻ ചോദിച്ചത്. ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഒരു നാടിന്റെ സംസ്കാരത്തെയും നന്മകളെയും ഉയർത്തിപ്പിടിക്കുക എന്ന കാര്യം ഒരു രാഷ്ട്രീയ തലം കൂടി അതിനകത്തുണ്ട്. ചെറിയ കാര്യമല്ലാതെ. അങ്ങനെയാണല്ലേ? ഇപ്പോൾ ഞാൻ താങ്കൾക്ക് സമയം തരുന്നു. തുടക്കം മുതൽ ചോദിക്കുകയാണ് ഞാൻ. ഏകദേശം 4 മിനിറ്റോളം സംസാരിച്ചിട്ടും ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്നില്ല. നിങ്ങളുടെ ചോദ്യോത്തര പങ്ക്തിക്ക് ഇരിക്കുകയല്ല ഞാൻ. നിശ്ചയുടെ ചോദ്യോത്തര പങ്ക്തിക്ക് ഇരിക്കുകയല്ല അല്ലേ? ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ചർച്ചയിൽ പങ്കെടുപ്പിച്ചാൽ മതി. അതൊക്കെ രീതിയാണ്. അല്ല, എനിക്ക് പങ്കെടുക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനല്ലേ? എന്നിട്ട് ഏത് ചോദ്യം ഞാൻ പറഞ്ഞല്ലോ. അല്ല, ചോദ്യോത്തരത്തിൽ ഇരിക്കുകയല്ല. ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ചർച്ച നിങ്ങൾ എന്ന് ആര് പറഞ്ഞു? ചർച്ച അങ്ങനെയാണോ ജനാധിപത്യപരമായി? ആണോ ചർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിരുന്നത്. അത് താങ്കൾ പറയുന്ന രീതി ചർച്ചയല്ല. ഇതൊക്കെ ഇവന്റെ അടവല്ലേ? റോമാ നഗരം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച ന്യൂറോ ചക്രവർത്തിയെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇവിടെ കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ കത്തിയെരിയുമ്പോൾ വീണയുടെ അച്ഛൻ ശങ്കർ മഹാദേവന്റെയും സിത്താരയുടെയും ലക്ഷങ്ങൾ മുടക്കിയുള്ള ഗാനമേള നടത്തുന്ന കാഴ്ചയാണ് കേരളീയത്തിലൂടെ നമ്മൾ കണ്ടത്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ ശ്രീ എച്ച് സലാം സൂചിപ്പിച്ചു, നിക്ഷേപങ്ങളെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. നിക്ഷേപങ്ങളെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ പണം തിരികെ ലഭിക്കാതെ അവർ കോടതിയിലേക്ക് പോകുമ്പോൾ സംസ്ഥാന സർക്കാർ എന്താ അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത് അറിയോ? കേരളത്തിന്റെ സർക്കാർ, ഞങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ല. അറിഞ്ഞൂടാ, ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രോഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ്. നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കുവാൻ കഴിയാത്തൊരു സംസ്ഥാന സർക്കാർ 4 മാസക്കാലമായി കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടന്ന് ലക്ഷക്കണക്കിനായ മനുഷ്യന്മാരെ ദുരിതത്തിലാക്കുന്ന സർക്കാർ 7 ദിവസത്തെ മാമാങ്കത്തിന് 27 കോടി രൂപ സർക്കാരിന്റെ ഔദ്യോഗികമായ കണക്കുകളിലൂടെ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. രാമശ്ശേരി ഇഡലി, പൊറോട്ടയും ബീഫും, ബോളിയും പായസവും, കപ്പയും മീൻകറിയും, കുട്ടനാടൻ കരിമീൻ പൊള്ളിച്ചത്, തലശ്ശേരി ബിരിയാണി, മുളയരി പായസം, ബാക്കിയുണ്ട്. ഇതൊന്നും വേണ്ട ശിവൻകുട്ടി സാറേ. ഉച്ചക്കഞ്ഞിയുടെ പേരിൽ ആ കുട്ടികൾക്ക് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കിട്ടുന്ന മുട്ട, ആ മുട്ട വിതരണം വരെ മുടങ്ങിക്കിടക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. വേണ്ടായിരുന്നു. ഉച്ചഭക്ഷണം സ്കൂളുകളിൽ മുടക്കിയതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ എന്ന ഇവരുടെ തർക്കത്തിനപ്പുറം ഉച്ചഭക്ഷണം മുടങ്ങിക്കിടക്കുകയാണ്. പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി സബ്സിഡി ഇനത്തിൽ സാധനങ്ങൾ ലഭിക്കുന്നില്ല. കേരളത്തിലെ കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിതരണക്കാർക്ക് 3500 കോടി രൂപയിലധികം കുടിശ്ശികയായി കിടക്കുമ്പോ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് അവശ്യ സാധനങ്ങൾ കിട്ടുന്നില്ല. പിന്നെ നാണക്കെടുത്തി. ഇന്ന് പാലക്കാടിന്റെ MLA ശ്രീ ഷാഫി പറമ്പിൽ നെൽ കർഷകർക്ക് അവരുടെ പണം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് 2ാം ഘട്ട സമരമായി. ആ സംസ്ഥാനത്താണ് ശ്രീമതി നിഷ 85 ലക്ഷം രൂപ 7 ദിവസത്തെ ഫുഡ് കമ്മിറ്റിക്ക് വേണ്ടി കേരളത്തിൽ മാറ്റിവെക്കുന്നത്. മുതലാളിയുടെ കഷ്ടകാലം എന്നല്ലാതെ ഞാൻ എന്താ പറയാ? KSRTC ജീവനക്കാർക്ക് 5ാം തീയതിക്കുള്ളിൽ ശമ്പളം കിട്ടിയ ഏതെങ്കിലും ഒരു മാസം ഉണ്ടായിട്ടുണ്ടോ? സെപ്റ്റംബർ മാസത്തെ പെൻഷന്റെ ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടേ ഉള്ളൂ. സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഈ നവംബർ മാസമായിട്ടും KSRTCയിലെ റിട്ടയർഡ് ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. ആ സംസ്ഥാനത്ത് 7 ദിവസത്തെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് 1,19 ലക്ഷം രൂപ മാറ്റിവെക്കുന്നതിന് ദൂർത്തെന്ന് തന്നെയല്ലേ നമ്മൾ വിളിക്കുന്നത്? കേരളത്തിലെ സാധാരണക്കാരന്റെ ദരിദ്ര ജീവിതത്തിന് കനത്ത ഷോക്ക് നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം എന്റെയും നിഷയുടെയും എച്ച് സലാമിന്റെയും ഇവിടെ ഇരിക്കുന്ന ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത്. വൈദ്യുതി വകുപ്പ് പ്രതിസന്ധിയിലാണ്, സർക്കാരിന്റെ പണമില്ലെന്ന് പറഞ്ഞത്. ആ സംസ്ഥാനത്ത് 7 ദിവസത്തേക്ക് മാത്രം ഇല്യൂമിനേഷൻ വർക്കിന് 2,97 ലക്ഷം രൂപ. പിണറായി വിജയന്റെ അദാനിയായ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മിന്നുന്ന ബൾബിടാൻ 7 ദിവസത്തേക്ക് 50 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാം ഈ സംസ്ഥാനത്തിനകത്ത്. പാവപ്പെട്ടവന് വീട് കൊടുക്കുവാൻ 4 ലക്ഷം രൂപ വീതം ഇല്ല എന്ന് പറഞ്ഞ് 703 കോടി രൂപ ഭവന പദ്ധതിയിൽ കുടിശ്ശിക വരുത്തിയിരിക്കുന്ന സർക്കാരാണ് 7 ദിവസത്തെ ഇവരുടെ മേലാളന്മാർക്ക് താമസത്തിന് വേണ്ടി 1,81 ലക്ഷം രൂപ മാറ്റിവെച്ചിരിക്കുന്നത്. റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ജലവിതരണ വകുപ്പ് മന്ത്രി, അദ്ദേഹം പൊറോട്ട അടിക്കുന്ന ദൃശ്യം ഞാൻ കണ്ടു.
അദ്ദേഹം പൊറോട്ട അടിക്കുന്നതിനേക്കാൾ നന്നായിട്ടാണ് കേരളത്തിലെ സാധാരണക്കാരന്റെ നെഞ്ചത്തടിച്ചുകൊണ്ട് വെള്ളക്കരം വർദ്ധിപ്പിച്ചു, പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ. ഇതൊക്കെ വിളിച്ചു പറയേണ്ട വല്ല കാര്യമുണ്ടാ? കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വൈവിധ്യമാർന്ന സാംസ്കാരിക കലാവിരുന്നാണെന്ന് തിരുവനന്തപുരത്ത് നടന്നത്. അത് അമ്പലപ്പറമ്പിൽ ഗാനമേള നടത്തുന്നത് പോലെയല്ല. KS ചിത്രയുടെ ഗാനമേളയ്ക്ക് ആള് കൂടുന്നതിന്റെ ക്രെഡിറ്റ് പിണറായി വിജയൻ ഏറ്റെടുക്കാൻ ഈ KS ചിത്ര ഓമൽ കൺമണി എന്ന് പറയുന്ന പാട്ട് പാടുമ്പോ ഓ നരൻ എന്ന് പറഞ്ഞ് ബാക്കിൽ നിന്നുകൊണ്ട് ഹമ്മിങ് പാടുന്നത് പിണറായി വിജയനൊന്നും അല്ലല്ലോ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇവര് വൈവിധ്യത്തെ പറ്റി ഇവിടെ H സലാമും വൈവിധ്യത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഹ്യൂമൻ സൂ പിണറായി വിജയന്റെ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കേരളത്തിലാണ് ഹ്യൂമൻ സൂ. കേരളത്തിനകത്തെ ആദിവാസി വിഭാഗത്തെ ഷോക്കേസ് പീസാക്കി കൊണ്ടുവച്ചിരിക്കുകയാണ് നിഷ. വൈവിധ്യത്തിന്റെ പേരിൽ, നല്ല അടികൊള്ളാത്തതിന്റെ വൈവിധ്യത്തിന്റെ പേരിൽ വേറെ ഏതൊക്കെ ജാതിക്കാർ ഇവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്? ഈ നാട്ടിലെ പരമ്പരാഗത നായന്മാർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് നായന്മാരെ വിളിച്ചിരുത്തിയിട്ടുണ്ടോ? ഈ നാട്ടിലെ പരമ്പരാഗത നമ്പ്യാർമാർ ഇങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് നമ്പ്യാർമാരെ ഹ്യൂമൻസുമായിട്ട് വെച്ചിട്ടുണ്ടോ? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ മതവിശ്വാസിയെ, ഏതെങ്കിലും ഒരു ഇസ്ലാം മതവിശ്വാസിയെ ഷോക്കേസ് പീസായിട്ട് സംസ്ഥാന സർക്കാർ വെച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ വല്ലാതെ പുരോഗമനമൊന്നും പറയുന്നത്. വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പിളക്കം മനസ്സിലായോ? വൈവിധ്യത്തെ പറ്റി സെമിനാറിനെ പറ്റിയിട്ടാണ്. അതാണോ ഹ്യൂമൻ സൂവായി ഷോക്കേസ് ചെയ്യേണ്ടത്? ഈ നാട്ടിലെ ആദിവാസി സമൂഹം, ഈ കേരളത്തിലെ ബാക്കിയുള്ളവർക്ക് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജനജീവിതമാണോ ആദിവാസികളുടേത്? അങ്ങനെയാണോ താങ്കൾ വിചാരിക്കുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണം രമണ. CPM-ന്റെ അണികളിൽ നിന്ന് ഏറ്റവും അധികം വെർബൽ അബ്യൂസുകൾക്കും വെർബൽ ഡയറികൾക്കും പാത്രമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ് താങ്കൾ. പെൺകാലം എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ കേരളീയ മാമാങ്കത്തിലെ സെമിനാർ നടക്കുമ്പോഴാണ് ഒരു KSUവിന്റെ വനിതാ നേതാവ് നസിയ എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയെ പിണറായി വിജയന്റെ പോലീസ് സമരവുമായിട്ട് കടന്നു ചെന്നപ്പോൾ ലാത്തിക്ക് മൂക്കിടിച്ച് പാലം തകർത്തു. ഒരു പ്രത്യേക സ്വഭാവ, മനുഷ്യന്മാരോട് മാത്രമല്ല മൃഗങ്ങളോടും ഇങ്ങനെ തന്നെയാണ്. മുൻപ് കേരളം കുറവായിരുന്നെങ്കിൽ കേരളം ഇപ്പോൾ ചെലവാക്കാൻ കൂടുതൽ പണം കേരളം കാണണം. ഇതല്ലേ കേരളത്തിന്റെ അവസ്ഥ? സംസ്ഥാനത്തെ സർക്കാരിന്റെ ഏതെങ്കിലും നിലപാടിന്റെ ഭാഗമായി സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായോ കേരളത്തിൽ? ഇല്ലല്ലോ. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന കൂടുതലെ വിഷമത്തിന്റെ കാര്യമില്ല. നിങ്ങൾ ഭരിക്കുമ്പോ ബഡ്ജറ്റിന്റെ പ്ലാൻ ഫണ്ട് കൊണ്ടുള്ള ഏതാനും കാര്യം മാത്രമേ നടന്നിട്ടുള്ളൂ കേരളത്തിൽ. പക്ഷെ ഞങ്ങൾ ഭരിക്കുമ്പോൾ അതല്ല. 70,000 കോടിയോളം രൂപയുടെ വികസന സ്കീമുകൾ കിബി വഴി മാത്രം നടപ്പാക്കുന്നു കേരളത്തിൽ. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഞങ്ങൾ വന്നു, ലൈഫ് കൊണ്ടുവന്നു. പെൻഷൻ നിങ്ങൾ എത്രയാ? 600 രൂപ വെച്ചിട്ട് 18 മാസം കുടിശ്ശ UDF-ന്റെ കാലത്ത് ഞങ്ങൾ അധികാരത്തിൽ വന്നു. 1600 ഇപ്പൊ വർദ്ധിപ്പിച്ചു. ഓടക്കാൻ നിന്നാ സംഗതി കുലുമാലാവും. പിന്നെ പോലീസും പത്രക്കാരുമായിട്ട് നാട് മുഴുവൻ അറിയും. തെളിവ് തരാമോ? താങ്കൾ ഒരു നിയമസഭാ സാമാജികനാണല്ലോ. 18 മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു. തെളിവ് താങ്കൾ ഹാജരാക്കാം. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? 18 മാസത്തെ കുടിശ്ശിക താങ്കൾ തന്നെ ഇടപെട്ടത്. താങ്കൾ തന്നെ മനുഷ്യനെ പറ്റി അപവാദം പറയരുത്. നിന്റെ മോന്ത കണ്ടാലറിയാം നീ ഒരു പരമനാറിയാന്ന്. നിങ്ങളുടെ കാലത്ത് ചെറിയ 600 രൂപ പോലും കുടിശ്ശിക മുടക്കിയിട്ടവരാണ് നിങ്ങൾ. ലൈഫ് അവസാനിപ്പിച്ചപ്പോ പകരം പദ്ധതി ഉണ്ടാക്കാതിരുന്നവർ നിങ്ങൾ. 2 മാസം കൂടുമ്പോ കൊടുക്കും, 3 മാസം കൂടുമ്പോ, 4 മാസം കൂടുമ്പോ, അങ്ങനെ കൊടുത്തോണ്ടിരുന്നത്. മനുഷ്യനെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. കപ്പയും മീനും ബ്രാൻഡ് ചെയ്യുന്നതിനാണോ, പാവപ്പെട്ടവർക്ക് മരുന്ന് ജീവൻ നിലനിർത്താനുള്ള മരുന്ന് വാങ്ങുന്നതിനുള്ള പണം നൽകുന്നതിനാണോ, ഏതിനാണ് ഇടതുപക്ഷ സർക്കാരിന് മുൻഗണന? ഏത് കാര്യത്തിലാണ് മരുന്ന് കിട്ടാതെ എവിടെ എന്ത് പ്രശ്നം ഉണ്ടായിന്ന? കഷ്ടം. ഈ സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ് അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവ കുടിശ്ശിക ഉണ്ടായിരുന്നു. ഞാൻ കണ്ടെത്തിയല്ല സയ്യിദ് സലാമേ. നാണമുണ്ടെങ്കിലേ പറയുന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരനോട് നാണമുണ്ടോ ചോദിക്കുന്നതിന് അർത്ഥമില്ലെന്ന് എനിക്കറിയാം. നാണമുണ്ടെങ്കിൽ ഒരു ടെലിവിഷൻ ചർച്ചയിലൂടെ പച്ചക്കള്ളം പറഞ്ഞതിന് ഒരു നിയമസഭാ സാമാജിക നിലയിൽ നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാകണം. അന്തസ് വേണോടാ, അന്തസ്. നിയമസഭാ രേഖയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തെറ്റാണെന്ന് തെളിയിച്ചാൽ താങ്കൾ പറയുന്ന പണി ഞാൻ ചെയ്യാം. തിരിച്ച് ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ താങ്കൾക്ക് തയ്യാറുണ്ടോ? അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ? നിയമസഭാ രേഖ വെച്ചിട്ട് പറയുന്നത്. ഇനി ബാക്കി വരട്ടെ. സഹോദര, വരി വെട്ടിയിട്ടേ ഉള്ളൂ. ഇങ്ങനെ കരയാതെ. ബാക്കി പറയട്ടെ. സംഗതി അയാൾക്കൊരു താക്കരുത്. ഇങ്ങനെ മണ്ടത്തരം പറയാമോ? ഒരു നിയമസഭാ സാമാജികനല്ലേ നിങ്ങളുടെ MLA, CPM-ന്റെ MLA, CPM-ന്റെ ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്ന മറുപടി തെറ്റാണെന്ന് താങ്കൾ പറഞ്ഞാൽ താങ്കൾ പറയാമോ? കള്ളം പറഞ്ഞതാണെന്ന് സമ്മതിക്കണം സയ്യിദ് സലാമേ.
പറ്റിപ്പോയടാ. ഈ കമ്മ്യൂണിസ്റ്റുകാരന് നാണമുണ്ടോ എന്ന് ചോദിക്കുന്നതും തൈരിനകത്ത് സ്വതസിദ്ധമായി എരിയുണ്ടോ എന്ന് ചോദിക്കുന്നതും ഒരുത്തിയില്ലാത്ത ചോദ്യങ്ങളാണ്. എങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ ഈ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. 18 മാസം ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. നിയമസഭാ രേഖ കാണിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഉരുളുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്ന ചികിത്സാ സഹായമുണ്ട് ശ്രീമതി നിഷ, ഒരുപാടൊന്നുമില്ല, 5000 രൂപ വെച്ച് കിട്ടുന്നത്. അതിനകത്ത് 791 അപേക്ഷകർ അവർക്ക് 17.14 ലക്ഷം രൂപ മുടങ്ങിക്കിടക്കുകയാണ് കേരളത്തിൽ. ശരിയാണ് സാർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. ചികിത്സിക്കാൻ പണമില്ലാത്ത ആരാണെന്നല്ലേ എക്സലാം ചോദിക്കുന്നത്. 791 ആളുകൾ എന്റെ കയ്യിലുള്ള രേഖകൾ വെച്ചിട്ട് പറയാം, അവർക്ക് കൊടുക്കാനായിട്ട് 17.14 ലക്ഷം രൂപ ഇല്ലാത്ത സർക്കാരാണ് സാർ. സമ്മതിച്ചേക്ക്. പിണറായി വിജയന് വേണ്ടിയിട്ട് റീൽസ് ഉണ്ടാക്കാൻ എത്ര രൂപയെ മാറ്റിവെച്ചിരുന്നു നിഷ ശ്രദ്ധിച്ചോ? ആ കണക്കിന്റെ സ്പ്ലിറ്റപ്പ് എടുക്കണം. 40 ലക്ഷം രൂപ ശ്രീമതി നിഷ പിണറായി വിജയന് തగ్గടിച്ച് ബീജം ഇട്ട് റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി 40 ലക്ഷം രൂപ ഈ കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് കേരളീയ പരിപാടിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ആ സംസ്ഥാനത്താണ് പാവപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് ചികിത്സയ്ക്കുള്ള 17.14 ലക്ഷം മുടങ്ങിക്കിടക്കുന്നു. മിശ്ര വിവാഹത്തെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി സാധുക്കളായിട്ടുള്ള മിശ്ര വിവാഹം നടത്തുന്ന ആളുകൾക്കുള്ള സഹായമുണ്ട്. അത് 10.52 കോടി രൂപ ഇവിടെ കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. അംഗപരിമിതർക്കുള്ള ഇൻഷുറൻസ് വളരെ ചെറിയ പണമേ ഉള്ളൂ, 13.10 ലക്ഷം രൂപ. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്.